മദ്യവർജനമടക്കം പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും പാർട്ടി പിന്നോട്ടു പോകുന്നതിൽ ആശങ്കയിൽ സിപിഎമ്മിലെ ഒരു വിഭാഗം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് വിലയിരുത്തൽ. ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഓടി നടന്ന് പങ്കെടുക്കുന്നതിനാൽ എതിർപ്പുയർത്താൻ പോലും കഴിയാതെ അസ്വസ്ഥരാണ് പിണറായി വിരുദ്ധർ. മദ്യവർജനം പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ 9 വർഷമാകുമ്പോഴേക്കും അനുമതി നൽകിയത് 807 ബാറുകൾക്ക്. പിന്നാലെ പാലക്കാട് 600 കോടിയുടെ വമ്പൻ മദ്യനിർമ്മാണശാലയ്ക്കും അനുമതി. ജലചൂഷണ സാധ്യതകളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കി പണം കൊയ്യാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം കടുത്ത ആശങ്കയിലാണ്. ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങില്ലെന്ന പ്രഖ്യാപനവും വെറുതെയായി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുന്നു. ഇതിനിടയിലാണ് മദ്യവർജന നയത്തിലും വെള്ളം ചേർത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. മദ്യോപഭോഗം വർദ്ധിപ്പിക്കുന്നത് സ്ത്രീ വോട്ടർമാരെ കൂടുതൽ അകറ്റുമെന്നാണ് ആശങ്ക. പാർട്ടി സമ്മേളനങ്ങളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആദ്യം ഉയർത്തിയതുപോലെയുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ സാധിക്കാത്തതിനാൽ വിഷയം ചർച്ചയാക്കാൻ പിണറായി വിരുദ്ധർക്ക് സാധിക്കുന്നുമില്ല. മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനങ്ങളിൽ ഓടി നടന്ന് പങ്കെടുക്കുന്നതാണ് പ്രതിസന്ധി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുള്ളതിനാൽ ഏരിയ സമ്മേളനങ്ങളിലേതുപോലെയുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നതും പിണറായി വിരുദ്ധരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.